സോ ഡയറക്ടർ രാഹുൽ സദാശിവൻ ഈസ് ബാക്ക്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവി ഒന്നുകൂടെ കാണാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ചെറിയൊരു ക്യാമ്പയിൻ ഈ ഒരു സിനിമയ്ക്കകത്ത് നടക്കുന്നുണ്ട്. അതിന് അതിൻ്റെ OTT ടീമിൻ്റെ റിക്വസ്റ്റ് കൺസിഡർ ചെയ്തിട്ടാണോ എന്ന് അറിയത്തില്ല. ആ ഒരു മൂവിയുടെ ഒരു ചെറിയൊരു കണക്ഷൻ ഈ സിനിമയ്ക്കകത്തുണ്ട്. അപ്പം ഞാൻ ഈ അടുത്താണ് ആ സിനിമ കണ്ടത്. അതായത് പൊതുവേ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഹൊറർ എന്നൊരു ജോൺറേനെ നോക്കിക്കണ്ടിരുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു യൂഷ്വൽ ടെംപ്ലേറ്റിനെ പൊളിച്ചടുക്കിയത് രാഹുൽ സദാശിവനാണ്. അപ്പോൾ അദ്ദേഹം ഈ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. ആദ്യം ഒരു ക്യാരക്ടറിനെ കണ്ടപ്പോഴത്തേക്ക് ഏകദേശം അദ്ദേഹത്തിൻ്റെ ഒരു ഫേസുമായിട്ട് നല്ല സാമ്യം തോന്നി. സോ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 100% ഒരു ഓഡിയോ ട്രീറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഇതിൻ്റെ ടെക്നീഷ്യൻസിനെ എടുത്താൽ തന്നെ ജയദേവൻ ചക്കാടത്ത് അദ്ദേഹമാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് MR രാധാകൃഷ്ണൻ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ. ആസ് യൂഷ്വൽ ബ്രഹ്മയുഗത്തിലൊക്കെ കണ്ടതാണ്. സിനിമ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കുറച്ച് പരിപാടിയുണ്ട്. അതായത് എൻ ക്രെഡിറ്റ്സിൽ ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു സൗണ്ടും പരിപാടിയുണ്ട്. അത് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ ഒരു സാധനം കൂടെ തിയേറ്ററിൽ ഇരുന്ന് കേൾക്കാൻ വേണ്ടി വർത്താണ്. സോ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നവർ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗണ്ട് വെച്ചുള്ള കളി, അതായത് ഇടയ്ക്ക് വരുന്ന സൈലൻസ് ബ്രഹ്മയുഗത്തിൽ അതേ സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ എങ്കിലും ഇത് കുറച്ചും കൂടെ ഒരു ന്യൂ ജനറേഷനിൽ നടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അതിനാവശ്യത്തിനുള്ള കുറേ സൗണ്ടിങ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ അറ്റ്മോസ് ഉള്ളൊരു തിയേറ്ററിൽ ഇതിൻ്റെ മുകളിൽ നിന്നൊരു അറേ ഓഫ് സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ എല്ലാം ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. എല്ലാ ചാനൽസിൽ നിന്നും സൗണ്ട്സ് പുറത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ കാണുമ്പോഴാണ് ഇതിലൊരു സീനിൽ ഇങ്ങനെ ഈ പറയുന്നില്ല ഒരു സംഭവം ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ആ സൗണ്ടിൻ്റെ ആ ഒരു അത് ശരിക്കും മുകളിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് ഈ അറ്റ്മോസ് എന്ന് പറയുന്ന സാധനം തിയേറ്ററിൽ വെച്ചിരിക്കുന്നതിൻ്റെ ഫുൾ യൂട്ടിലൈസ് ചെയ്യാൻ ഈ ഒരു സിനിമയ്ക്കാണ് കഴിഞ്ഞതെന്ന് എനിക്ക്. ഈവൻ കൺജൂറിങ്ങിൻ്റെ ലാസ്റ്റ് സിനിമ ഞാൻ കണ്ടിട്ട് പോലും എനിക്ക് ഇത്രയൊരു ഇമ്പാക്റ്റ് ഒന്നും ആ സിനിമയ്ക്ക് തരാൻ കഴിഞ്ഞില്ല. അതിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് അതിൻ്റെ സൗണ്ട് ട്രീറ്റ്മെൻറ്റും വിഷ്വൽ ട്രീറ്റ്മെൻറ്റും ഒക്കെ. പക്ഷേ ആ സിനിമയെക്കാളും ഒക്കെ വളരെ മികച്ചൊരു മേക്കിംഗ് ആണ്. അതിൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കൽ ക്രാഫ്റ്റ് എക്സ്ട്രാ ഓർഡിനറിയാണ്. തിയേറ്ററിൽ അറ്റ്മോസ് എന്തിനാണ് അവൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായി. ഇതിങ്ങനെയുള്ള കുറേ പർപ്പസും കൂടെ മീറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണെന്നുള്ളത്. ഇതിനകത്തുള്ള ആക്ടേഴ്സിൻ്റെ പ്രകടനങ്ങൾ, പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവ് എന്നല്ല, ഇതിനകത്തുള്ള ഓരോരോ ക്യാരക്ടേഴ്സിനെയും ഒന്ന് ഇതൊരു സ്ലോ പേസിലാണ് കഥ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഗംഭീര പരിപാടിയാണ്. സെക്കൻഡ് ഹാഫ് കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ഹാഫിനെ പോലെ അല്ല. കാരണം സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വരുത്തേണ്ടി വരുമ്പോൾ അതുവരെ എലിവേറ്റ് ചെയ്ത് വന്നിരിക്കുന്നതിൽ കുറച്ചൊരു സ്ലൈറ്റ്ലി ട്രഫ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് വെച്ചിട്ട് അത് മോശമൊന്നല്ല കമ്പാരിറ്റീവ്ലി. അതായത് ഫസ്റ്റ് ഹാഫ് അങ്ങോട്ട് ഇങ്ങനെ ഗ്രാഫ് അങ്ങ് പോകുമായിരുന്നു. ആ ഇൻ്റർവെല്ലൊക്കെ വരുന്ന സമയത്ത് അങ്ങ് പീക്കിലാണ് ഈ സാധനം നിൽക്കുന്നത്. അതുപോലെ സൗണ്ടിൻ്റെ കുറച്ച് പരിപാടികളുണ്ട്. സൗണ്ട് എന്ന് പറഞ്ഞാൽ ത്രൂട്ട് സിനിമ സൗണ്ട് മാജിക് തന്നെയാണ്. ചില സീൻസിൽ ഈ ഫിയർ ഉണ്ടാക്കുന്ന ഒരു എലിവേഷൻ വരും. ആ എലിവേഷൻ അങ്ങനെ സ്ലോലി കടന്ന് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇതങ്ങ് പീക്കിലെത്തി നിൽക്കും എന്നുള്ളത്. ആ പീക്കിലൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഒരു വിഷ്വൽ ഓഡിയോ സ്പെക്ടക്കിളായി സാധനം മാറുന്നതിൻ്റെ ഒരു പീക്ക്, എലിവേഷൻ അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിൽ പോലും കിട്ടാത്ത കുറേ സാധനങ്ങൾ ഇതിനകത്ത് നമ്മുടെ മലയാളികളായിട്ടുള്ള ടെക്നീഷ്യൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. പിന്നെ ഈ സിനിമ വളരെ സ്ലോലിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നത്. എന്നിട്ട് അവസാനം സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്ക് ആ കഥയിൽ വരുന്ന ഒരു ട്വിസ്റ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ സംഭവങ്ങളാണ് ഇതിൻ്റെ അടുക്ക്. എനിക്കത് ബ്രഹ്മയുഗത്തിലും ഫീൽ ചെയ്തതാണ്. സിനിമ അങ്ങനെ പീക്കിൽ കൊണ്ടുപോയിട്ട് എൻഡ് പോർഷൻ എത്തുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു കൺക്ലൂഷൻ ഏരിയ എവിടെയൊക്കെ ഒരു ചെറിയ, അത് എനിക്ക് മാത്രം ഫീൽ ചെയ്യുന്നൊരു പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. അതായത് നമ്മൾ ഇതിനപ്പുറത്തേക്ക്, അതായത് നമ്മളിങ്ങനെ പീക്ക് കയറി പോകുമ്പോഴത്തേക്ക് ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്തോ ഒരു സാധനം നമ്മൾ പ്രതീക്ഷിക്കും. ആ ഒരു സാധനം ഫിലിം എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺക്ലൂഷനിൽ എത്തുമ്പോഴത്തേക്ക് കിട്ടാറില്ല. അത് ബ്രഹ്മയുഗത്തിലും എനിക്ക് ഫീൽ ചെയ്തു. അവസാനം കൊണ്ടുപോയി എത്തിച്ച ആ ഒരു സ്ഥലം എനിക്ക് എത്രത്തോളം ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. പക്ഷേ അത് ഇനി മേ ബി വേണമെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് എടുക്കത്തക്ക വിധത്തിൽ ഒക്കെ കൊണ്ടാണ് എൻഡ് ചെയ്യിച്ചിരിക്കുന്നത്. നമുക്ക് എവിടെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇരുന്ന ഒരു സാധനത്തിന് എൻഡിൽ കൊണ്ടുവന്നൊന്ന് ഉണർത്തി കാണിക്കുന്നുണ്ട്. സീക്വലിനൊക്കെ ഉള്ള പോസിബിലിറ്റി അതിനകത്ത് ഇല്ലാതില്ല. അതിനി സിനിമയുടെ സക്സസ് പോലെ ആയിരിക്കും അവർ ഡിസൈഡ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സോ ക്യാരക്ടേഴ്സിൽ പിന്നെ എടുത്തു പറയേണ്ടത് പ്രണവ് മോഹൻലാലിനെ പോലെ തന്നെ ജിബിൻ ഗോപിനാഥ് കിടുവായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പല സിനിമകളിലൊക്കെ കാണുന്നതാണെങ്കിലും ഈ ഒരു കഥാപാത്രത്തിന് അദ്ദേഹം ഗംഭീരമായിട്ട്, കാരണം അദ്ദേഹത്തിന് നല്ല ക്യാരക്ടറാണ്, അത്യാവശ്യം സ്ക്രീൻ പ്രസൻസ് ഉള്ളൊരു ക്യാരക്ടറാണ്. അത് അദ്ദേഹം നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അമ്മച്ചി, ഒരു നല്ല കിടു പെർഫോമൻസ് ആയിരുന്നു. സോ ഷെഫീഖ് മുഹമ്മദ് അലി എഡിറ്റർ, സിനിമാറ്റോഗ്രാഫർ ഷെഹ്നാദ് ജലാൽ. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയ ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്യുന്നത് ഇതെന്നല്ല എനിക്ക് ലോകം കണ്ടപ്പോഴും തോന്നിയായിരുന്നു. കേരളത്തിലുള്ള എൻറ്റയർ സ്ക്രീൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം 70mm പഴയ ഒരു സിനിമാസ്കോപ്പിക് സ്ക്രീൻസാണ്. അങ്ങനെയുള്ള സ്ക്രീൻസിൽ നമ്മൾ ചെന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു IMAX ഫോമാറ്റിൽ സിനിമ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡും കട്ടായ ഒരു ചെറിയ ഒരു കുഞ്ഞ്
ആസ്പെക്ട് റേഷ്യോ വളരെ ചെറുതെന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലൊരു, അതിന് എനിക്ക് മാത്രം തോന്നുന്നതാണെന്ന് അറിയത്തില്ല. ആ ഒരു സംഭവത്തോടുള്ള നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നുള്ളതൊന്ന് കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. സിനിമ ഓവറോൾ ഗംഭീര ക്രാഫ്റ്റ് വർക്കാണ്. വിഷ്വൽ സൗണ്ടാണ് എടുത്തു പറയേണ്ടത്. സൗണ്ട് ഇത്രയും മാജിക്കൽ സൗണ്ട് ട്രീറ്റ്മെൻ്റ് ഉള്ളൊരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിനിടയിൽ F1 ആയിരുന്നു, അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആ ഒരു സ്പോർട്ടിങ് സംഭവം എന്നുള്ള നിലയിലും, പിന്നെ അത് ഹോളിവുഡ് മൂവിയാണ്, അത്രയും പൈസ മുടക്കിയെടുക്കുന്ന ഒരു സിനിമയായിട്ടൊക്കെ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല നമ്മുടെ ഒരു ഇൻഡസ്ട്രി. എന്നാലും ഹൊറർ എന്നുള്ളൊരു ജോണറെ കണക്കിലെടുക്കുമ്പോഴത്തേക്ക് കോൺജൂറിങ് സീരീസുമായിട്ടൊക്കെ കമ്പയർ ചെയ്താൽ ഈ സിനിമ ഗംഭീര പരിപാടിയാണ്. ആ കാര്യത്തിൽ പ്രൗഡ് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി ആൻഡ് രാഹുൽ സദാശിവൻ. അദ്ദേഹത്തിനെ കൊണ്ട് ഇതിനപ്പുറത്തെ പരിപാടി ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം ഈ ഒരു സിനിമയിലൂടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ സിനിമ തിയേറ്ററിൽ തന്ന ആ ഒരു ഓഡിയോ വിഷ്വൽ മാജിക് കൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യണം ഈ ഒരു മൂവിക്ക്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.